ഓം നമോ നാരായണായ നമ. സ്വാമിയെ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഇതിന് മുന്നേ ചെയ്ത വീഡിയോയിൽ 2025 ശനിയുടെ രാശിമാറ്റം വരുന്ന പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് അവതരിപ്പിച്ചിരുന്നത്. ഈ 2025 ശനിയുടെ രാശിമാറ്റം വഴി 3 രാശിയിൽ വരുന്ന 9 നക്ഷത്ര ജാതകർക്ക് സർവ്വ ഐശ്വര്യവും രാജയോഗവും ഒക്കെ വരാൻ കാരണമായിട്ടുള്ള കുറേ ഫലങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ 3 രാശിയിലും വരുന്ന ആൾക്കാർക്ക് രാജയോഗം അനുഗ്രഹിക്കപ്പെടും. പണവും പ്രതാപവും വിട്ടുപോകാതെ സർവ്വ ഐശ്വര്യത്തോടെ ജീവിക്കുവാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഈ ജ്യോതിഷപരമായിട്ട് രാശിമാറ്റങ്ങൾ, ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. ഈ 2025 സുപ്രധാനമായിട്ടുള്ള രാശിമാറ്റങ്ങളിൽ ഒന്നാണ് ശനിയുടെ രാശിമാറ്റം. നീതിയുടെ ദേവനായിട്ടുള്ള ശനി പുതുവർഷത്തിൽ വ്യാഴത്തിൻ്റെ രാശിയായ മീനത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഈ പറയുന്നതിൽ 9 ഗ്രഹങ്ങളിൽ ഏറ്റവും ശക്തമായ ഗ്രഹങ്ങളിൽ ഒന്നുകൂടിയാണ് ശനി എന്ന് പറയുന്നത്. നീതിയുടെ ദേവനാണ്, ആ രീതിയിലാണ് ശനിയെ വിശേഷിപ്പിക്കുന്നത്. ഗ്രഹങ്ങളിൽ വച്ച് തന്നെ ഏറ്റവും പതിയെ ചലിക്കുന്ന ഗ്രഹം കൂടിയാണ് ശനി. ഏകദേശം ഒരു രാശിയിൽ തന്നെ ശനി 2.5 വർഷത്തോളം തുടരും. കുംഭം രാശിയിൽ ശനി 2025 മാർച്ച് വരെയാണ് തുടർന്ന് സഞ്ചരിക്കുന്നത്. അത് കഴിയുമ്പോഴാണ് വ്യാഴത്തിൻ്റെ രാശിയായ മീനത്തിലേക്ക് പ്രവേശിക്കുന്നത്. മീനം രാശിയിലെ ശനിയുടെ സംക്രമണം, അതായത് 2025 മാർച്ച് കഴിഞ്ഞിട്ടുള്ള ശനിയുടെ രാശിമാറ്റം ഏതൊക്കെ രാശിക്കാർക്കാണ് നേട്ടങ്ങൾ സമ്മാനിക്കുന്നത് അല്ലെങ്കിൽ നേട്ടങ്ങൾ കൊണ്ടുവരുന്നതെന്നാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത്. അതിലാദ്യമായിട്ട് വരുന്നത് ഇടവം രാശിയാണ്. ഈ ഇടവം രാശിയിൽ വരുന്നത് കാർത്തിക മുക്കാല്, രോഹിണി, മകയിരം അര എന്നീ 3 നക്ഷത്രങ്ങളാണ് ഇടവം രാശിയിലോട്ട് വരുന്നത്. അപ്പോൾ ഈ ഇടവം രാശിയിൽ വരുമ്പോൾ ശനിയുടെ രാശിമാറ്റം ഈ ഇടവം രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ സമ്മാനിക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇടവം രാശിയുടെ 9, 10 ഭാവത്തിൻ്റെ അധിപനായ ശനി 11ാം ഭാവത്തിലൂടെ സഞ്ചരിക്കും. പുതുവർഷം ഈ രാശിക്കാർക്ക് ശുഭകരമായിരിക്കും. അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കും. തൊഴിൽ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. തൊഴിൽ നോക്കുന്നവർക്ക്, പുതിയ തൊഴിലിൻ്റെ അവസരങ്ങൾ നോക്കുന്നവർക്കാണെങ്കിൽ പുതിയ ജോലി ലഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ വളരെ പെട്ടെന്ന് സാധ്യമായി എടുക്കുവാൻ സാധിക്കും. ഇനി തൊഴിൽ നിൽക്കുന്നവർക്ക്, നിലവിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ടല്ല, കഠിനാധ്വാനം ചെയ്ത് ശരിയായ രീതിയിലും സത്യസന്ധമായിട്ടുള്ള ജോലി ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നല്ല രീതിയിൽ തന്നെ ജാതകർക്ക് വന്ന് ഉണ്ടാവുകയും സ്ഥാനക്കയറ്റം, അതുപോലെ ശമ്പള വർധനവ് എന്നിവയൊക്കെ ലഭിക്കുകയും ചെയ്യുന്നൊരു സമയമാണ്. സാമ്പത്തികമായിട്ട് തന്നെ എല്ലാ പ്രതിസന്ധികളും അവസാനിക്കുന്ന സമയം, ധനനേട്ടങ്ങളുടെ ഒരു മഹാകാലം തന്നെയായിരിക്കും എന്ന് പറയാം. ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വളരെ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ്. ബിസിനസ് പരമായിട്ട് വ്യാപാര രംഗങ്ങളിലൊക്കെ നിൽക്കുന്നവർക്കൊക്കെ വളരെ വലിയ ലാഭങ്ങൾ നേടാനാകും എന്ന് പ്രത്യേകം പറയുന്നു. അതാണ് ഇടവം രാശിയിൽ വരുന്ന 3 നക്ഷത്ര ജാതകർക്ക് വരുന്ന പ്രധാനപ്പെട്ട ഫലങ്ങൾ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്നത് കർക്കിടകം രാശിയിൽ വരുന്ന പുണർദം കാല്, പൂയം, ആയില്യം എന്നീ 3 നക്ഷത്ര ജാതകരാണ്. ഈ രാശിയുടെ 7, 8 ഭാവത്തിൻ്റെ അധിപനാണ് ശനി. കർക്കിടകം രാശിയിൽ 9ാം ഭാവത്തിലാണ് രാശിമാറ്റം വരുന്നത്. അപ്പോൾ ആ രീതിയിലൊരു സാഹചര്യത്തിൽ ഈ രാശിക്കാരുടെ മേലുള്ള കണ്ടക ശനിയുടെ സ്വാധീനം ചിലപ്പോൾ അതിൻ്റെ കാഠിന്യം കുറഞ്ഞ് അതിൻ്റെ അവസാന ഒരു ഇതിൽ എത്തും എന്നുള്ളത് വേണമെങ്കിൽ എടുക്കാം നമുക്ക് ആ രീതിയിൽ. അപ്പോൾ ഈ രാശിക്കാരുടെ കണ്ടക ശനിയുടെ സ്വാധീനം അവസാനിക്കാനും സാധ്യതയുണ്ട്. പിന്നീട് ഇവർക്ക് ജീവിതത്തിൽ ഉയർച്ചയുടെ പടവുകൾ കയറി പോകാൻ സാധിക്കും. ദീർഘനാളായിട്ട് മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാനും ആ രീതിയിലുള്ള തൊഴിൽപരമായിട്ടായിരുന്നാലും ഉള്ള കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കുവാനൊക്കെ സാധിക്കും. തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടും. ഇപ്പോൾ ഒരു ജോലിക്ക് തന്നെ ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാനോ ഒക്കെ ഉള്ള ഒരു കാർഡ് വന്നിട്ട് ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങളുണ്ടാവും.
വരുമാനത്തിൽ തന്നെ വലിയ വർധനവ് വരുന്ന ഒരു സമയമായിരിക്കും ഈ സമയം. കൂടാതെ തന്നെ കർക്കിടകം രാശിക്കാർക്ക് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കും. ബിസിനസ്സുകളിൽ നിന്നൊക്കെ വലിയ ലാഭമുണ്ടാകും. പുതുതായിട്ട് ബിസിനസ് ആരംഭിക്കുക അല്ലെങ്കിൽ നിലവിലുള്ള ബിസിനസ്സിനെ വിപുലീകരിക്കുവാനൊക്കെ സാധിക്കുകയും അതുപോലെ ഒന്നിൽ കൂടുതൽ മേഖലകളിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും. പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടങ്ങളുണ്ടാവും എന്ന് തന്നെ പറയാം. നിക്ഷേപങ്ങളും ഷെയർ മാർക്കറ്റ് അതുപോലെ വലിയ ധനനേട്ടങ്ങൾ എല്ലാം വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും. പുതിയ രീതിയിലുള്ള സാമ്പത്തിക വരുമാനങ്ങൾ വരാനുള്ള വഴികളും തുറന്ന് കിട്ടുന്നതാണ് കർക്കിടകൻ രാശി വരുന്ന പുണർദം, കാല്, പൂയ, ആയില്യം നക്ഷത്ര ജാതകർക്ക്. അത് കഴിഞ്ഞാൽ വരുന്നത് മകരം രാശിയാണ്. ഈ മകരം രാശിയിൽ വരുന്നത് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം, അര എന്നീ നക്ഷത്ര ജാതകരാണ് മകരം രാശിയിൽ വരുന്നത്. ശനിയുടെ ഈ രാശിമാറ്റം മകരം രാശിക്കാരുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാക്കും എന്ന് തന്നെ പറയാം. ഈ രാശിയുടെ 2ാം ഭാവാധിപനായ ശനി 3ാം ഭാവത്തിലാണ് രാശിമാറ്റം നടത്തുന്നത്. മകരം രാശിക്കാർക്ക് 7 ശനിയിൽ ആശ്വാസം ലഭിക്കും. ഇവരുടെ ജീവിതം ഏറ്റവും സന്തോഷം നിറഞ്ഞതാകും. ദാമ്പത്യ ജീവിതം ഏറ്റവും സന്തോഷം നിറഞ്ഞു നിൽക്കും. ദാമ്പത്യപരമായിട്ട് വന്നിട്ടുള്ള പ്രശ്നങ്ങളും സ്വരച്ചേർച്ചകളൊക്കെ ഈ സമയത്ത് അവസാനിച്ച് കാര്യങ്ങൾ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. ഏത് കാര്യത്തിലിറങ്ങിയാൽ, ഏത് ജോലിയിലോട്ട് ഇറങ്ങിയാൽ തന്നെ വിജയം കൈവരിക്കുവാൻ സാധിക്കും എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലും നമ്മളുടെ വാക്ക്, മറ്റു കാര്യങ്ങളിലൊക്കെ സത്യസന്ധത കാര്യങ്ങൾ പുലർത്തുക. കഠിനാധ്വാനം ഉണ്ടായിരിക്കണം. ചെയ്യുന്ന പ്രവൃത്തിയിൽ നല്ല രീതിയിൽ ആത്മബോധത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. അതിൻ്റെ ഫലം ഏതായിരുന്നാലും വളരെ ഉയർന്ന രീതിയിൽ തന്നെ ലഭിക്കും എന്നുള്ളതിൽ സംശയമില്ല. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ മേലധികാരികൾ തൃപ്തരാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ബിസിനസ് ആരംഭിച്ചാൽ തന്നെ അതിൽ നിന്ന് വളരെയധികം ലാഭം നേടുവാൻ സാധിക്കും. പ്രതീക്ഷിച്ചതിൽ അധികം ധനനേട്ടങ്ങൾ ലഭിക്കുന്ന സമയമായിരിക്കും. നിക്ഷേപങ്ങൾ വഴി ധനലാഭം ഉണ്ടാകും. ഷെയർ മാർക്കറ്റ്, ചിട്ടി, കുറി, ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ വലിയ ധനനേട്ടങ്ങൾ വന്ന് നേടാനുള്ള സാഹചര്യവും ഈ സമയത്ത് വന്നു ചേരുന്നതാണ് ഈ മകരം രാശിയിൽ വരുന്ന ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകർക്ക്. കൂടാതെ തന്നെ ഈ ശനിയുടെ 2025 രാശിമാറ്റം വഴി എല്ലാ രാശിയിൽ വരുന്ന ജാതകർക്കും വരുന്ന ഫലങ്ങൾ അടുത്ത വീഡിയോയിൽ പൂർണ്ണമായിട്ട് ചെയ്യുന്നുണ്ട്. ഞാനിത് വളരെ വേഗത്തിൽ പറഞ്ഞു പോയെന്ന് വിചാരിച്ച് ആരും നിസ്സാരമായിട്ട് കാണണ്ട. വളരെ പ്രധാനപ്പെട്ട ഒരു രാശിമാറ്റം തന്നെയാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്. പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നു, കാര്യങ്ങൾ കുറച്ച് സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക എന്നൊക്കെ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് കുറേ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലായിരിക്കും 2025 ശനിയുടെ രാശിമാറ്റം ഇടവം, കർക്കിടകം, മകരം എന്നീ രാശിക്കാർക്ക് 3 രാശിയിലെ 9 നക്ഷത്ര ജാതകർക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങൾ, ഫലങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സമയം കിട്ടുന്നതനുസരിച്ച് എല്ലാവർക്കും മറുപടി കൊടുക്കുന്നുണ്ട്. ഇനിയും മറുപടി കിട്ടാത്തവർ ക്ഷമിക്കുക. പെട്ടെന്ന് തന്നെ അതിനുള്ള മറുപടികൾ തരുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.